ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് തൂക്കുപാലം കാണാൻ പോവാം. നമ്മളിവിടുന്ന് 10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അന്യം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാൽ അവൻ തൂക്കുപാലം കാണാൻ പോകുന്നു. പിള്ളേരെന്തായാലും ആഗ്രഹം പറഞ്ഞല്ലേ, സാധിച്ചു കൊടുക്കാം, നമുക്ക് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെറ്റ് റെഡിയായി. എൻ്റെയാണ് ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞത്, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എടുക്കാൻ പോയത്. പക്ഷേ ഫസ്റ്റ് കഴിഞ്ഞതിൻ്റെയാണ്. അങ്ങനെ അമ്മേനെ അനിയത്തിനെ വിളിക്കാൻ പോയി. അപ്പോൾ അതാ അനിയ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വന്നിട്ട് കല്ലുമ്പോൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറിയൊരു വളവുണ്ടായിരുന്നുള്ളൂ. അതെന്തെല്ലാം അവിടെ ഇത് ഞങ്ങൾ റെഡിയായി. ഇതാണ് ചെറിയ എന്തൊക്കെയാ അമ്മയ്ക്ക് മോനെ പറ്റി പറയാനുള്ളത്. അങ്ങനെ അച്ഛൻ്റെ കടയിൽ പോയിട്ട് ഒരു പമ്പേഴ്സും ഉണ്ണിക്ക് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അച്ഛൻ കുറച്ചെൻ്റെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഇതാ കുറേ മുല്ലപ്പൂ വീണ് എടുക്കണം കണ്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു അവിടെ, നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു മണം. ആ പോകുന്ന വഴി ഞങ്ങൾക്ക് അവിടെ നടന്നു പോകാനേ ഉള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങളിതാ തൂക്കുപാലത്തെടുത്തി. എൻ്റെ കൊച്ചാണെങ്കിൽ മേലേക്ക് നോക്കുന്നുണ്ടെന്നുണ്ട്. 2 കുട്ടികൾ അപ്പം കാണിച്ചതാണ്. അവരതിൽ കൂടെ ഒക്കെ നടന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാനാകെ വണ്ടടിച്ച്, എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇങ്ങനെ കയറാനൊക്കെ. ഞാൻ അനിയനോട് അനിയത്തിയോട് ചോദിച്ചു നിങ്ങൾക്ക് കയറണമെന്ന്. അപ്പോൾ അവർക്കാണ് കയ്യിലും പേടി. ഞാൻ പിന്നെ ഒരു കൈ നോക്കിയായിരുന്നേ, പക്ഷേ ഞാൻ ഇട്ടുള്ളത് പാവാടെ. പിന്നെ അടിയിൽ ആൾക്കാർ കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. അങ്ങനെ ഇവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിതാ അതൊക്കെ കണ്ട് ആ മക്കൾ നടക്കാൻ നോക്കി. അവരെ കൂടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ നല്ല രസമാണ് വന്നിരിക്കാൻ, നല്ല കാറ്റും. ഞാനാണെങ്കിൽ കറപ്പിട്ടിട്ടാണെങ്കിൽ ഉഷ്ണിച്ചിട്ടും പാടില്ലായിരുന്നു. എനിക്ക് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു പുഴുക്കം നമുക്ക്, ഈ ചൂടുകാലാണല്ലോ. അപ്പോൾ അതാണ്ട ഒരുത്തനുണ്ട് കയറേയും പിടിച്ച് പോകുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. ഞാൻ പണ്ട് ഇതൊക്കെ കണ്ടിട്ടുള്ള മൂന്നാറിലും നമ്മുടെ വയനാട്ടിലൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞതുപോലും ഇല്ല. എൻ്റെ അമ്മ അനിയത്തിയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവ്. അവരുടെ ടെൻഷൻ മൊത്തം അവൻ തിരിച്ചെങ്ങനെ വരും എന്നുള്ളതായിരുന്നു. ഇനി അങ്ങനെ തിരിഞ്ഞ് അവൻ ആ പാലം കയറി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോഴത്തെ തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് ദേ കയറിൽ തൂങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ടും വന്ന്. അവർ വിചാരിച്ച് ദേ കൂടെ വളഞ്ഞു തിരിഞ്ഞ് വരുന്നത്. അമ്മയാണെങ്കിൽ അതിങ്ങനെ ആലോചിക്കായിരുന്നു, അവൻ വരില്ലേ, അവിടെ നിൽക്കുമോ. അനിയത്തിയാണെങ്കിൽ ഈ കയറെങ്ങാനും പൊട്ടിയാലോ. അങ്ങനത്തെ വർത്താനത്തൊക്കെ ഞങ്ങൾ കുറേ നേരം അങ്ങനെയൊക്കെ നോക്കിയിരുന്നത്. അതെല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും പേടിയായിരിക്കും. നീ വെള്ളത്തേക്ക് അങ്ങനെ പൊട്ടി വീഴുമോ അങ്ങനെയൊക്കെ. അമ്മയ്ക്കാണെങ്കിൽ പേടിയുടെ ആളാണ്. അപ്പം അമ്മ അത് വർത്താനം പറഞ്ഞ് അത് നോക്കിയിരിക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഒരു പൈനാപ്പിൾ 2 മാംഗോ ഒക്കെ മേടിച്ചിട്ട് വന്നു. പക്ഷെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ, മാങ്ങ വാടിയിട്ടുണ്ടായിരുന്നു. അവർക്കതൊന്നും വേണ്ട പറഞ്ഞു. ഞാനപ്പോൾ നിർബന്ധിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ അപ്പോൾ തീർത്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ അവിടെ എൻജോയ് ചെയ്തത് എൻ്റെ മകനാണ്. നോക്കി നോക്ക്, അവനാണെങ്കിൽ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല. തട്ട് തട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പോളാ വിചാരിച്ചിട്ട് എല്ലാ നടക്കുന്ന ആൾക്കാരോട് മാമ അത് തട്ട് ഇത് തട്ട് എന്ന് പറഞ്ഞ് നടക്കിയത്. പിന്നെ അവൻ അവിടെ നിന്ന് തൂക്കിയെടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാൻ വിചാരിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.